ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ എന്താ പറയുക ഇൻട്രോ വീഡിയോ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മുടെ കിച്ചണിൻ്റെ ഈ സ്ലാബൊക്കെ പൊളിക്കാൻ ആൾ വരുന്നു പറഞ്ഞിട്ട് വന്നില്ല കേട്ടോ. അവർ 8:30 ആകുമ്പോഴേക്കും വരും പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം രാവിലത്തെയും ഉച്ചത്തെയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ അവർ വന്നില്ല കേട്ടോ. ഇൻട്രോ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിലാണ് കേട്ടോ. അപ്പോൾ സായി വന്നിട്ട് തന്നെ എന്നോട് കുറേ നേരമായി സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ എടുക്കുക വീണ്ടും അവൾ പറയണത് കേൾക്കുക. അത് കാരണം കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രോ വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. രാവിലെ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ ചക്കപ്പുഴുക്കായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഒരു ചക്കയൊക്കെ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് രാത്രി മുഴുവൻ ഇരുന്ന് നേരാക്കി വെച്ച്, പിന്നെ ചക്കക്കുരു നേരാക്കി വെച്ചിട്ട് അപ്പോൾ ചക്കക്കുരു തോരനും വെച്ചു. അതുപോലെ തന്നെ ചക്ക പുഴുങ്ങി ചിക്കനും ഉണ്ടാക്കി. അപ്പോൾ ഉച്ചയ്ക്കും രാവിലത്തേക്കൊക്കെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. കാരണം വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, പണിക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവർ നമ്മളെ നൈസായിട്ട് പറ്റിച്ചു കേട്ടോ. കാരണം വന്നില്ല. ഇപ്പം നമ്മുടെ പണിക്കാരൊക്കെ ഒന്ന് ശരിക്കും കിട്ടാത്ത കാരണം കൊണ്ട് തന്നെ കിച്ചണിൻ്റെ പണിയൊക്കെ വൈകുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മുടെ വീഡിയോസും അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഡെയിലി ഇടാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഡെയിലി ഇടാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ ഒന്നരാടെങ്കിലും ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഒന്നരാടം മീൻസ് ഒരു ദിവസം ഇടവിട്ടിട്ടെങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്നും നമുക്കിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇനി കുറച്ച് ദിവസം കൂടി പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സായുവിനല്ല കേട്ടോ, സച്ചു ഇന്നലെ മുതൽ നല്ല പണിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ പുറത്ത് നമ്മുടെ JCB ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയിൽ കയറ്റിയിടാം കേട്ടോ. അപ്പോൾ സച്ചുവിന് നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു വന്നതേ ക്ഷീണിച്ചിട്ട് പറഞ്ഞു ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി താമ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ സായുവിനും വേണം പറഞ്ഞിട്ടാണ്. അപ്പോൾ അവൾക്കും ഉണ്ടാക്കി കൊടുത്തു. കാരണം അവൾക്കിപ്പം എക്സാം അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് പഠിക്കലാണ്. ഇടയ്ക്ക് കുറേ പഠിക്കും, പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും, കുറച്ച് നേരം സംസാരിക്കും. ഇപ്പോൾ എനിക്ക് കിച്ചൺ ഓപ്പൺ ആക്കിയ കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം മറ്റേത് അങ്ങനെയല്ല, ഓരോരുത്തരും ഓരോ റൂമിൽ പോയിരുന്നാൽ നമുക്ക് അറിയണേ ഇല്ല. കുറേ നേരമൊക്കെ റൂമിലിരുന്ന് പഠിച്ച് മടുക്കുമ്പോൾ ഉണ്ടല്ലോ ഡൈനിങ് ഹാളിലേക്കൊക്കെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ പണിയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും കുറേ സമാധാനമാണ്, അവൾക്കും കുറേ സമാധാനമാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ കിച്ചണിൽ ഒറ്റയ്ക്ക് കുറേ നേരമൊക്കെ പണിയുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒറ്റയ്ക്ക് ആരും സംസാരിക്കാനില്ലാണ്ടൊക്കെ ഒരാൾ കൂടെ സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പണിയുമ്പോൾ ആ പണി ബുദ്ധിമുട്ടില്ലാണ്ട് തോന്നും കേട്ടോ. അപ്പം ഞാൻ ഉണ്ടല്ലോ ഉരുളൻകിഴങ്ങുണ്ടല്ലോ ഒരു 3-4 എണ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് പഴകി, അപ്പോൾ അതിൽ മുള വന്നേക്കണു കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്ത് കളഞ്ഞു, കുറച്ച് ചീഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ളത് നമുക്ക് നട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് എന്താ പറയുക ഉരുളൻകിഴങ്ങ് വെച്ച് കൊടുത്തിട്ട് വെറുതെ വെച്ച് കൊടുത്തിട്ട് മണ്ണിട്ടു കേട്ടോ. കാരണം ഈ ചട്ടി ഞാൻ എന്തിനോ വേണ്ടി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ മണ്ണ്. പക്ഷേ ഇതുവരെ നടാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ തിക്കും തിരക്കായില്ലേ നമുക്ക്. അപ്പോൾ ഞാനത് ടെറസിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവച്ചു കേട്ടോ. ഇനി ടെറസിൻ്റെ മുകളിൽ തന്നെ നമുക്ക് നടാമെന്ന് വെച്ചിട്ടാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ, ചെടികൾ ആകെ നാശമാവും. എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ അന്ന് മുളകിൻ്റെ അരി ഇട്ടിട്ടുണ്ടല്ലോ, കാരണം നമ്മൾ മുളക് ഉണക്കിയിട്ട് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ദേ മുളച്ചു കേട്ടോ, നിറയെ മുളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ നിറയെ മുളകുണ്ടാവും കേട്ടോ. അങ്ങനെ തന്നെയാണ് നമ്മുടെ ടെറസിൽ ഇത്രയും മുളകുണ്ടായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ശരിയാക്കുക എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൈയാണോ വളരുന്നത് കാലാണോ വളരുന്നത് പറഞ്ഞിട്ടില്ലേ, അതുപോലെയാണ് കേട്ടോ ഞാനിപ്പോൾ അതിനെ നോക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായതുകൊണ്ട് ഇത്രയ്ക്കും കെയറിങ് കേട്ടോ. അപ്പോൾ ഇത് കോവലിൻ്റെ പൂവാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്. കോവയ്ക്ക അതിൻ്റെ കോവലിൻ്റെ ചെടി ഇതുപോലെ ഫാഷൻ ഫ്രൂട്ടും അതും ഒപ്പം വെച്ചതാണ് കേട്ടോ. പക്ഷേ ഫാഷൻ ഫ്രൂട്ട് വളർന്ന് ഇത്രയായി, പക്ഷെ കോവൽ അങ്ങനെ ഇങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ. പൂവിട്ടുണ്ട്. ചിലപ്പം നമ്മൾ വള്ളി അങ്ങനെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഞാൻ ഒരു കയറ് വെച്ചിട്ട് മുകളിലേക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കോവലിന് അങ്ങനെ കെട്ടിക്കൊടുക്കാൻ മറന്നു. ചിലപ്പോൾ അത് അടിയിലെങ്ങാനും ഇതുപോലെ വള്ളിയായിട്ട് കിടപ്പുണ്ടാവും. പൂവിട്ട സ്ഥിതിക്ക് അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇനി അതും നമുക്ക് ശരിയാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ എനിക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കാറില്ല അധികം. പിന്നെ മഴ പെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നനച്ചു കൊടുക്കൊന്നും വേണ്ടല്ലോ അധികം. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്തെ പണിയുള്ളതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറാൻ ഇപ്പോൾ ഇടയ്ക്ക് വലിയ മടിയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും വന്നതല്ലേ, അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങ് റെസ്റ്റ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മളുണ്ടല്ലോ മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ ഈ വലയിട്ട് പിടിക്കുന്ന ചേട്ടന്മാരുണ്ടല്ലോ, ആ ചേട്ടന്മാർ ഇന്നലെ കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ പണി കാരണം കൊണ്ട് എടുത്ത് വെക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ഈ ബാക്ക് സൈഡ് ഫുള്ള് സാധനങ്ങളായിരുന്നേ, ഇങ്ങോട്ട് കയറാൻ പോലും പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് പണിക്ക് വന്നൊരു ചേച്ചിയുണ്ട്, അതുപോലെ ചേട്ടനും എല്ലാവരും കൂടിയിട്ട് അതൊക്കെ മാറ്റി വൃത്തിയാക്കി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് മീൻ നേരാക്കാൻ പറ്റി. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ മീൻ എടുക്കില്ലായിരുന്നു. പിന്നെ ഞാൻ വൈകിട്ടാണെങ്കിലും മീൻ എടുത്തിട്ട് എന്നാൽ അത് ശരിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ
ഇവിടെ സായുന് ഭയങ്കര ഇഷ്ടം ഇലയിലൊക്കെ ഇങ്ങനെ ചുട്ടെടുത്തിട്ട് മീനില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അതിന് പറ്റിയ മീനാണോ എന്നൊന്നും അറിയില്ല, എങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മസാലയൊക്കെ പരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മുടെ സച്ചുവിന് 2 ദിവസമായിട്ട് നല്ല പണി കേട്ടോ, പാവം തോന്നും. കാരണം ഈ അർബാനയിൽ നിറയെ എന്താ പറയുക കല്ലും മണലും മണ്ണും ഒക്കെ ആയിട്ട് നമ്മുടെ താഴത്തെ പറമ്പിൽ തൊടിയിൽ കൊണ്ടിരുന്ന കേട്ടോ. അതുപോലെ ഇന്നലെ JCB ഒക്കെ വന്നപ്പോൾ അത് എടുക്കലും, ഇതുപോലെ ഈ ഒരു ഇതിൽ ഭയങ്കര കല്ലും കട്ടയൊക്കെ ആകുമ്പോൾ നല്ല വെയിറ്റാണല്ലോ, ബാലവേലയൊന്നുമില്ല കേട്ടോ. അവനങ്ങനെ ഒന്നും ചെയ്യാറൊന്നുമില്ല. ഇന്നലത്തെ നമ്മുടെ JCB വന്നിട്ടുള്ള ഇതാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. JCB വന്നിട്ട് നമ്മുടെ തെങ്ങിൻ്റെ ആ ഒരു വേര് ഭാഗം ഉണ്ടല്ലോ, അത് എടുത്തു കേട്ടോ. എടുത്തപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇത്രയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടുന്ന് വന്നതെന്ന്. JCB ഒരു പണിയും കൂടി ഒപ്പിച്ചു കേട്ടോ. നമ്മുടെ ഗേറ്റ് പൊളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റിന് മൊത്തം ബെൻഡായിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മതിലിൻ്റെ ഒരു ഭാഗം പൊട്ടിയുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അവർക്കിത് കാണണ്ടേ. JCBക്ക് പോലും ആ വേരെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, കാരണം അത് പോരുന്നില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ശരിയാക്കിയതിന് ശേഷം വേണം കേട്ടോ നമുക്ക് ആ കുട്ടി മതിലൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാൽ പണിക്കാർ വരുമ്പോഴേക്കും അതൊക്കെ ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആ സമയം കൊണ്ട് ഞാനുണ്ടല്ലോ മീനിനുള്ള മസാലയ്ക്കുള്ള എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പണി എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ മീൻ കറിക്കുള്ളതും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഉള്ള മീൻ കറിയാണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഞാൻ മീൻ കറിയുടെ ഒന്നും എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെപ്പോഴും വീഡിയോയിൽ ഇത് തന്നെയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് പ്രത്യേകം എടുത്ത് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മീൻ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. നല്ല നെയ്യുള്ള മീനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ മീൻ കറിയുടെ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് കേട്ടോ അറിയണത് ഇത്രയ്ക്കും നെയ്യ് ഉണ്ടായിരുന്നു എന്ന്. അത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മസാല തയ്യാറാക്കാനാണ് കേട്ടോ മീനിനുള്ളത്. അപ്പോൾ അപ്പുറത്ത് ഒരു ചട്ടിയിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, അതുപോലെ തന്നെ സവോള അരിഞ്ഞത് ഒക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടെ ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം ഞാനുണ്ടല്ലോ ഇത് അത്രയും ഇതിലൊന്നല്ല കേട്ടോ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് വെച്ചേക്ക് നേരില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇതേ പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായി വഴന്ന് വന്ന സമയത്ത് മാത്രം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ഫ്രൈ ചെയ്തതിൽ ഉപ്പുണ്ടല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് വേവില്ലേ, അതുവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷിനുള്ള മസാലയൊക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ അത്ര വൃത്തിക്കൊന്നല്ല കാണിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ വീഡിയോ അത്ര അങ്ങോട്ട് വൃത്തിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു വീഡിയോയിൽ നമ്മുടെ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു വീഡിയോ വരില്ലേ, അപ്പോൾ അതിൽ ഞാൻ നന്നായിട്ട് വൃത്തിക്ക് അങ്ങ് കാണിച്ചു തരാം, വൃത്തിക്ക് അങ്ങ് പറയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓടിച്ചിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല അതുപോലെ ഇലയിലേക്ക് അങ്ങോട്ട് നിരത്തുക. നമ്മൾ ഇല വാട്ടിയെടുത്ത കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതിലേക്ക് അങ്ങ് നിരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫിഷ് വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മുടെ മസാല അതിൻ്റെ മുകളിലേക്ക് നിരത്തുക. എന്നിട്ട് അത് നമ്മൾ ഇതുപോലെ കെട്ടിയെടുക്കുക. കെട്ടാൻ എനിക്ക് അത്ര വശമില്ലാത്തതുകൊണ്ട് ഞാനത് ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിക്കും തിരക്കായ കാരണം കൊണ്ട് നമ്മൾ കെട്ടണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. ഇതെല്ലാം മടക്കി ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട്, അതുപോലെ പാനോ ഏതെങ്കിലും ഒരു പാത്രം വയ്ക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അതങ്ങ് വെച്ചിട്ട് ചുട്ടെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചെടുക്കുക. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കുക. അപ്പോഴേക്കും വൈകിട്ടത്തേക്ക് ചായക്കുള്ള പാലിന് വേണ്ടിയിട്ട് സച്ചുവിനെ സൊസൈറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് തിളപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ പാൻ വെച്ചിട്ട് നമ്മുടെ ഫിഷ് ഒന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ച് ഒക്കെ ഇട്ടിട്ട് ഒന്ന് പൊള്ളിച്ചെടുത്താൽ മതി. കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ എന്താ പറയുക സിമ്മിലിട്ട് വെച്ചേക്കണത് കേട്ടോ. ഇത് മിക്കവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാനതൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ കാണിക്കുന്ന ഒരു രീതിയും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പം അതൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ കുളിച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് വിളക്ക് വയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. വിളക്ക് വയ്ക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുവരെ ചായ കുടിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാവർക്കും കൊടുത്തു, പക്ഷേ എനിക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് സാധാരണ സമാധാനമായിട്ടിരുന്ന് കുടിക്കാറ് കേട്ടോ.
അങ്ങനെ ഇതേ ഞാൻ സമാധാനമായിട്ട് ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴുണ്ട് സായി പറയുന്നത് അവൾക്ക് എന്താ പറയുക മീൻ പൊള്ളിച്ചത് എടുക്കണമെന്ന്. അപ്പം ഞാൻ ചേട്ടനാണെങ്കിൽ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ വന്നിട്ട് നമുക്ക് ഇത് എന്താ ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തുറന്നു എന്നിട്ട് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണെന്ന് പറയണത് കേട്ടോ. എന്തായാലും അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പം അങ്ങനെയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.